ഇവിടെ എൻ്റെ കടയിൽ നിന്ന് പറ്റില്ല സാധനമൊക്കെ വാങ്ങിക്കും. കടയിൽ വരും, അവൻ്റെ ഉമ്മ വരും, കൊച്ചാളും വരും, മൂത്തയാളും വരും. മൂത്തയാളിപ്പോൾ 2-3 മാസം കൊണ്ട് അവൻ വരില്ല, കൊച്ചാൾ വരും. കൊച്ചാളിയാണ് ഇപ്പോൾ കൂടുതലും പറഞ്ഞത്. ഇന്നലെ 4:30 ആയപ്പോൾ സ്കൂൾ വിട്ട് പോകണം ഞാൻ കണ്ട്. എന്നിട്ട് അവൻ അകത്ത് പോയിട്ട് തിരിച്ചു വന്നു. മൂത്തവും വണ്ടിയിൽ കൊണ്ടുപോകണതും ഞാൻ കണ്ടു. ഈ കൊച്ചങ്ങ് സ്കൂൾ വിട്ട് അകത്ത് അതുവരെ പോയി. എനിക്ക് അത്രയല്ലേ കാണാൻ പറ്റൂ. തിരിച്ച് വന്ന് മൂത്തയാളിൻ്റെ സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ട് പോകണം ഞാൻ കണ്ട്. എന്നിട്ട് തിരിച്ച് ഒറ്റയ്ക്കാണ് ആ കൊച്ചു ആട്ടയിൽ വന്നത്. ആ കയ്യിൽ എന്തെങ്കിലും ഒരു കവറുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ ബൈക്കിൽ പിറകെ ഇരുന്ന് എപ്പോഴും അവൻ അങ്ങനെയാണ് കൊണ്ടുപോകണത്. എന്ത് ചെയ്യും, ബൈക്ക് അത്ര ആട്ടയിലായിരുന്നു. കണ്ടില്ല, പിന്നെ ഞാൻ കണ്ടില്ല. അങ്ങോട്ട് അവനെയും കൊണ്ട് പോണതേ ഞാൻ കണ്ടോളൂ, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അവനെ കണ്ടിട്ടില്ല. ഇളയാളിനെ ഞാൻ കണ്ട് തിരിച്ച് കയറി പോണതും കണ്ട്. തിരിച്ച് അവ ഉടനെ ഇറങ്ങിയെന്ന് അപ്പുറത്തെ വീട്ടിലോട്ട് താക്കോല് ചോദിക്കാനായിരിക്കും. വീട് ലോക്ക് ചെയ്തിരിക്കുകയില്ലേ, അങ്ങനെ ആയിരിക്കുമെന്നാണ്. തിരിച്ചുടനെ തന്നെ അവൻ കയറിപ്പോയി. 4:05 കാരണം 4:30 അവൻ സ്കൂൾ വിട്ട് വണ്ടിയിൽ ബസ്സിലൂടെ വന്നിറങ്ങി. അതാണ്ട് ഇവിടെയാണ് ബസ് നിർത്തണം. ഇവിടെ അവിടെയൊക്കെ നിർത്തും. ബസ് എവിടെയാണ് എല്ലാവരും പറയണം, അവിടെ ചിലപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തും. ഇതിലാണ് നടന്ന ഒന്ന് ചെറുതായിട്ടേ സംസാരിക്കുക. ഇന്നലെ ഒന്നും പറഞ്ഞില്ല, മുഖത്ത് നോക്കിയതേ ഉള്ളൂ. ചെറുതായിട്ട് ചിരിക്കും. സാധനം തന്നെ പതുക്കെ ചോദിക്കുകയുള്ളൂ. നമ്മൾ ഒരിക്കൽ കൂടെ ചോദിച്ചാലേ അവൻ പറയുള്ളൂ. ആൾ പാവമാണ്, നമുക്ക് ഇത് ചെയ്തെന്നിട്ട് നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. നമ്മളുടെ നല്ല സ്നേഹമാണ്. സുന്ദുമാമി എന്നാണ് എന്നെ വിളിക്കുന്നത്. സുന്ദുമാമി സോപ്പ് വേണം, ഉമ്മച്ചി പൈസ തരുമോ, പറ്റില്ലായിരുന്നു മാമി. കൊറോണ സമയത്തൊക്കെ എൻ്റെ കൂടെ അവളെ ഉമ്മാന്ന്, ചേച്ചി പൈസ അയക്കാം, പൈസ ഇല്ല, സാധനങ്ങൾ തരുമെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇവിടെ ഉള്ള സാധനം എത്ര ആണെങ്കിലും ഞങ്ങൾ തരാം, പൈസ കിട്ടുമ്പോൾ എത്തിച്ചാൽ മതി. 8 മാസം കഴിഞ്ഞിട്ട് 8 അല്ല, ഏകദേശം 1 വർഷത്തിനമ്മച്ചി എല്ലാ പൈസ ഇവനാണ്. മാമി കണക്ക് നോക്കി പോയി, മാമി വാപ്പച്ചി പൈസ അയച്ച് ഞാൻ ചെന്നെടുത്തോണ്ട് വരാം. എന്ന് വെച്ചാൽ കൊറോണ സമയത്ത് 2-3 വർഷത്തിനുണ്ട് പൈസ തരുമ്പോൾ തീർത്ത് കടക്ക് തീർക്കും. ഇപ്പം വലുതായിട്ട് പറ്റണമൊന്നുമില്ല. അതെന്ത് കാര്യമെന്ന് വെച്ചാൽ അറിഞ്ഞത്. കോവിഡ് അല്ല, ഇപ്പോഴും പറ്റാ നമ്മൾ കൊടുക്കും. കടയിൽ വരും, ഇവിടെ കടയിൽ വരും. അല്ല നമ്മൾ വീട്ടിലൊന്നും പോകാൻ എനിക്ക് സമയം കിട്ടൂലല്ലോ, അങ്ങനെ പോലും കടയിൽ വരുമ്പോൾ എന്ത് ചെയ്യാതെന്ന് ചോദിക്കും. എൻ്റെ കുഞ്ഞുമോനുണ്ട്, കുഞ്ഞുമോടെ ഉണ്ട് ആച്ചിന്ന് ചോദിക്കും. അത്ര തന്നെ ചെറിയ അങ്ങ് പോകും. അതില്ല, ഒന്നും എൻ്റെ കൂടെ പറഞ്ഞു. നമ്മളോട് ഒന്നും അങ്ങനെ പറയില്ല. അവരൊരു പാവമാണ്. അവരൊന്നും പുറത്ത് പറയാത്തായിരിക്കും. നമുക്ക് അറിഞ്ഞൂടെ. ഇന്നലെ എടുത്തപ്പോഴാണ് ഞങ്ങൾ തന്നെ അറിയണം ഇങ്ങനെ ഒന്നുണ്ട്. ഇല്ല, ഇപ്പം പോണവർക്ക് അറിയാക്കൂലല്ലോ, ഹെൽമെറ്റൊക്കെ വെച്ച് കണ്ടിട്ടില്ല. എനിക്ക് ആ കൊച്ചും പോകാനോ ഇങ്ങനെ ചെയ്തു. എപ്പോഴും വരും. സംസാരിക്കണൊക്കെ ചെറുതായിട്ടാണ്. ആവശ്യത്തിനുള്ള വലുതൊന്നും മാറ്റിവെക്കില്ല, ചെറിയ സാധനം. വലിയ തേങ്ങയൊക്കെ ആണെങ്കിൽ എൻ്റെ ഉമ്മച്ചി വരും. അയ്യോ, നല്ല സ്നേഹമാണ്. പള്ളിയിലൊക്കെ കൊണ്ടുപോകണം ചേർത്ത് പിടിച്ച്. അതല്ലേ എനിക്ക് തോന്നുന്നു അവസാനത്തെ ഇത് വാങ്ങിക്കാൻ കൊണ്ടുപോയതായിരിക്കും. ഭക്ഷണമൊക്കെ കൊടുക്കും. പള്ളിയിലൊക്കെ ചേർത്ത് വെള്ളിയാഴ്ച ദിവസമൊക്കെ പള്ളിയിലൊക്കെ കൊണ്ടുപോകണം കാണും. നമുക്ക് പോലീസ് ജീപ്പ് ഇവിടെ വന്നപ്പോൾ സ്പീഡ് കുറച്ച് പോയപ്പോൾ അപ്പം നമ്മൾ വിചാരിച്ച് ഇവിടെ ആക്കെങ്കിലും വയ്യായ്മ. ഇവിടെ ഒരു സാറ് SI ആണ്. അപ്പോൾ സാറ് വയ്യായ്മയായിട്ട് നമുക്കൊന്നും അറിഞ്ഞുകൂടല്ലോ. ജീപ്പ് എപ്പോഴും വരണയാണല്ലോ ഈ റോഡ്. ജീപ്പ് അകത്തോട്ട് കയറിയപ്പോഴും നമുക്കൊരു സംശയവും തോന്നിയില്ല. ഇവിടെയൊന്നും ഒരു പ്രശ്നമുള്ള ഇവിടെയൊന്നും ഉള്ളതല്ല. എല്ലാ വീട്ടുകാരും നല്ല സ്നേഹമാണ് എല്ലാവരുമായിട്ട്. ആരെന്തെടുത്താലും എല്ലാവർക്കും പങ്കുവയ്ക്കുക. എന്തെടുത്താലും എല്ലാവരും പങ്കുവയ്ക്കും. എല്ലാവരും നല്ല സ്നേഹവും. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ല. ഒറ്റയ്ക്ക് അവനും ഈ അനിയനുമാണ് കൂട്ടും. ഇവർ തങ്ങളിൽ തന്നെ ഇവിടെ പോണതും അറിഞ്ഞതും ഒക്കെ. വേറെ കൂട്ടുകാരെന്ന് ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. എപ്പോഴും കൂട്ടും.